ഇന്നത്തെ ക്രിസ്തീയ ലോകത്തിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നത് പലർക്കും ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ്. പലരും സന്തോഷമായി കൊടുക്കുന്നു. പക്ഷേ ആ കൊടുക്കുന്ന കാര്യങ്ങൾ ദൈവം അത് അംഗീകരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ദൈവത്തിന് പ്രസാദമാണോ എന്നതെക്കുറിച്ചാണ് ഇന്നത്തെ മെസ്സേജിൽ നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നത്. ഇത് arraysunshine.in വെബ്സൈറ്റിന്റെ യൂട്യൂബ് ചാനൽ മലയാളം വെർഷൻ. ഞാൻ ഖത്തറിൽ പ്രിയപ്പെട്ട സഹോദരൻ. വരൂ, ഇന്നത്തെ മെസ്സേജിലേക്ക് നമുക്ക് കടക്കാം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ദൈവത്തിന് വേണ്ടി കൊടുക്കുക എന്ന് പറയുന്നത് പല ക്രിസ്തീയ കുടുംബങ്ങളിലും ഇന്ന് ഒരു ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമായി തീർന്നിരിക്കുകയാണ്. ദശാംശം കൊടുക്കുക, അല്ലെങ്കിൽ ഓഫറിങ് കൊടുക്കുക, അല്ലെങ്കിൽ വേലക്കാരെങ്കിലും ദൈവ വേലക്കാരെങ്കിലും സുവിശേഷ വേലക്കാരെങ്കിലും വീട്ടിൽ വന്നാൽ അവരെ ബഹുമാനിക്കുക, അവർക്ക് ആഹാരം കൊടുക്കുക, അവർക്ക് പണമായി എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കുക, കാശായ കാര്യങ്ങൾ കൊടുക്കുക, പിന്നെ മിനിസ്ട്രികൾക്ക് കൊടുക്കുക. ഇങ്ങനെ എല്ലാത്തിലും തന്നെ വളരെ മുൻതൂക്കം കൊടുക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ നമ്മൾ ചർച്ചുകളിലും കേൾക്കുന്ന പൊതുവെ കേൾക്കുന്ന ഒരു മെസ്സേജാണ്, നിങ്ങൾ കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും എന്നതുപോലെ. അതേപോലെ നമ്മൾ എങ്ങനെ കൊടുക്കുന്നു അതനുസരിച്ച് ദൈവം നമ്മൾക്ക് തിരിച്ചു തരികയും ചെയ്യും. നമ്മൾ 1 കൊടുത്താൽ 10 തരും എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. അതേപോലെ നമ്മൾ പാവപ്പെട്ടവർക്ക് കൊടുക്കുമ്പോൾ ദൈവം നമ്മൾക്കത് മടക്കി തരുമെന്നും, അങ്ങനെ നമ്മളിങ്ങനെ കേൾക്കാത്ത സത്യങ്ങളില്ല. ഇങ്ങനെ കൊടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആഗ്രഹം, പലർക്കും അത് നല്ല ഇൻട്രസ്റ്റ് ആണ്, പലരും കൊടുക്കുന്നും ഉണ്ട്. പക്ഷെ ഈ കൊടുക്കുന്ന കാര്യങ്ങൾ ദൈവസന്നിധിയിൽ എങ്ങനെ കറക്റ്റായിട്ട് എത്തുന്നുണ്ടോ, അല്ലെങ്കിൽ ദൈവം അത് അംഗീകരിക്കുന്നുണ്ടോ എന്നത് പലരും ചിന്തിക്കാറില്ല. ഇന്ന് പാരമ്പര്യമായി ക്രിസ്തീയ കുടുംബങ്ങളിൽ നമ്മൾ കൊടുക്കണം എന്ന് പഠിപ്പിക്കുന്ന കുടുംബങ്ങളുണ്ട്, അതേപോലെ ചർച്ചകളും ഉണ്ട്. പക്ഷേ ഈ കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഏത് മനസ്ഥിതിയിലാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അത് ഏത് രീതിയിലാണ് കൊടുക്കുന്നത് എന്നുള്ളത് വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു മുഖ്യമായ കാര്യമാണ്. ഇതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ആദിപിതാക്കന്മാരായ ആദാമിന്റെയും ഹവ്വയുടെയും മക്കളായ കയീനും ഹാബേലും കൊടുക്കുന്ന വഴിപാടിനെ കുറിച്ച് നമ്മൾ ഉൽപ്പത്തി 4-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ അവർ കൊടുക്കുന്ന വഴിപാടിനെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ 3-ാം വാക്യത്തിൽ കയീൻ കൊടുക്കുന്ന വഴിപാടിനെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് ഒന്നുമില്ല. അവൻ വഴിപാട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അവൻ ഒരു സാധാരണമായ വഴിപാട് കൊടുത്തു, അത്രേ ഉള്ളൂ, അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ആബേല് കൊടുത്ത വഴിപാടിനെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. ദ ബെസ്റ്റിൽ ബെസ്റ്റ് കൊടുത്തു എന്നാണ് നമ്മൾ 4-ാം വാക്യത്തിൽ വായിക്കുന്നത്. ആബേല് കൊടുത്ത ആ വഴിപാടിനെ ദൈവം അംഗീകരിക്കുകയും അത് അഗ്രി ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ കയീൻ കൊടുത്ത വഴിപാടിനെ ദൈവം അംഗീകരിച്ചില്ല എന്ന് തന്നെ നമ്മൾ കാണാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ട് കയീന്റെ വഴിപാടെ ദൈവം അംഗീകരിച്ചില്ല എന്ന് ചോദിച്ചാൽ, കയീന്റെ കാര്യം, അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണമാണ് ദൈവത്തിന് വേണ്ടി കൊടുത്തു, അത്രേ ഉള്ളൂ. ദൈവത്തിന് വേണ്ടി കൊടുത്തു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിൽ സ്പെസിഫിക് ആയിട്ട് ഏത് കാര്യങ്ങളും അവൻ ഒന്നും നോക്കിയില്ല. പക്ഷെ ആബേൽ കൊടുക്കുന്ന ആ വഴിപാടിൽ ഉള്ളതിൽ ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം കൊണ്ടുപോയാണ് ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നത്. നമ്മൾ ഇന്ന് കൊടുക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ പണമാകട്ടെ, എല്ലാ ചെയ്യട്ടെ, സമയമാകട്ടെ, നമ്മളുടെ അധ്വാനമാകട്ടെ, എല്ലാം തന്നെ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്? 10 പേര് സഭയിൽ എല്ലാവരും കൂടി ചേർന്ന് ചെയ്തു, അതുകൊണ്ട് ഞാനും ചേർന്ന് അവരുടെ കൂടെ ആ മിനിസ്ട്രി ചെയ്തു, ഞാനും കൂടെ പോയെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായില്ല. പിന്നെ പാസ്റ്റർ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ വിശ്വാസികൾ കൂടെ ഉള്ളവർ പറഞ്ഞതുകൊണ്ട് ഞാൻ പോയി, അത്രേ ഉള്ളൂ എന്നുള്ള മനസ്ഥിതിയോടെ ചെയ്യുന്ന പല മിനിസ്ട്രികളും, അല്ലെങ്കിൽ എല്ലാവരും കൊടുക്കുന്നു അതുകൊണ്ട് നമ്മളും ഒരു സംഭാവന കൊടുത്തില്ലെങ്കിൽ ആകെ അലമ്പാവല്ല, നമ്മളെപ്പറ്റി എല്ലാവരും അറിയുമല്ല, നാണക്കേടാവൂലേ എന്ന് വിചാരിച്ച് ഞാൻ കൊടുത്തു. അല്ലെങ്കിൽ മാസാവസാനമായി, അല്ലെങ്കിൽ മാസത്തും ഇതായി, അതുകൊണ്ട് ഒരു മാസത്തിൽ നമ്മളിങ്ങനെ കൊടുക്കണോ, ദശാംശം കൊടുക്കണമല്ല, അങ്ങനെയാണല്ലോ ബൈബിൾ പറയുന്നത്. അല്ലെങ്കിൽ പാസ്റ്റർ വല്ലതും പേര് വിളിച്ചാലാ എന്ന് വിചാരിച്ച് ഞാൻ കൊടുത്തു എന്നുള്ള ആ മനസ്ഥിതിയോടെ ഉള്ളവർ പലരും ഇന്നത്തെ ക്രിസ്തീയ ലോകത്തിൽ ഉണ്ട്. അങ്ങനത്തെ ഒരു മനസ്ഥിതിയിലാണ് കയീൻ കൊടുക്കുന്ന ആ ഒരു വഴിപാട്. പക്ഷെ ഹാബേലിന്റെ വഴിപാട് ടോട്ടലി ഡിഫറെന്റ് ആണ്. ബെസ്റ്റിൽ ബെസ്റ്റ്, ആരും കൊടുക്കാൻ ആഗ്രഹിക്കാത്ത,
ഞാൻ എൻ്റെ ഉള്ളതിൽ ബെസ്റ്റാണ് ഇത് ഞാൻ ആർക്കും കൊടുക്കില്ല, അത് എൻ്റെതാണ്, എനിക്ക് വേണ്ടി ഞാൻ അത് വയ്ക്കുമെന്ന് വച്ചിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇവൻ എടുത്ത് ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നത്. സോ അതാണ് ദൈവം അംഗീകരിക്കുന്നത്. സോ നമ്മൾ കൊടുക്കുന്ന വഴിപാട് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സമയം, ഈ കാര്യങ്ങൾ എങ്ങനത്തെയാണ്? നമ്മളിൽ വേണ്ടാത്ത, അല്ലെങ്കിൽ അത് വലിയ കാര്യമൊന്നുമില്ല, എല്ലാവരും കൊടുക്കുന്നു ഞാനും കൊടുക്കുന്നു എന്നുള്ള മനസ്ഥിതിയോടെ കൊടുക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്യുന്നുണ്ടോ, മനഃപൂർവ്വമായിട്ട് ഫുൾ ഹൃദയത്തോടെ നമ്മൾ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാനിത് ദൈവത്തിന് വേണ്ടി മാത്രം ചെയ്തു എന്ന് പറയാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ഒരു വഴിപാടാണ് ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത്. സോ ഇങ്ങനത്തെ ഒരു വഴിപാടാണ് നമ്മുടെ ആദിപിതാവായ ആബ്രഹാം കൊടുക്കുന്നത്. സോ നിന്റെ ഒറ്റ മകനായ, നീ അധികമായി സ്നേഹിക്കുന്ന ഒരു മകനെ എനിക്ക് വേണ്ടി നീ തരണമെന്ന് ചോദിക്കുമ്പോൾ യാതൊരു മടിയും കൂടാതെ, ദുഃഖമുണ്ട്, ഒരു അപ്പനായിട്ട് ഒറ്റ മകൻ, അത് 100 വയസ്സിൽ കിട്ടിയ ഒരു മകൻ, 25 വർഷങ്ങൾ പുള്ളി കാത്തിരുന്നു കിട്ടിയ ഒരു മകനെയാണ് ദൈവം തിരിച്ചു ചോദിക്കുന്നത്. അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. തൻ്റെ ഏക ആശ്രയമായി നിൽക്കുന്ന ഒരു മകനെയാണ് ദൈവം തിരിച്ചു ചോദിക്കുന്നത്. പക്ഷേ യാതൊരു മടിയും കൂടാതെ, അതിന് യാതൊരു തടസ്സവും വരരുതെന്ന് വിചാരിച്ച് തൻ്റെ ഭാര്യയോടും തൻ്റെ വേലക്കാരോടും ആരോടും തന്നെ ഈ കാര്യം വെളിപ്പെടുത്താതെ, എന്തിനു പറയുന്നു, ഈ കൊടുക്കാൻ പോകുന്ന സ്വന്തം മകനോട് പോലും ആ കാര്യം പറയാതെ ദൈവത്തിന് വേണ്ടി, ദൈവം ചോദിച്ചു എന്നുള്ള ഒരു കാരണത്തിന് വേണ്ടി മാത്രം മുഴു ഹൃദയത്തോടെ, സമർപ്പണത്തോടെ കൊടുത്ത ആബ്രഹാമാണ് ദൈവത്താൽ സാക്ഷി ലഭിക്കപ്പെട്ടത്. ദൈവം എനിക്ക് തന്നു, ഞാൻ തിരിച്ചു കൊടുക്കും എന്നുള്ള സന്തോഷത്തോടെ കൊടുത്ത ആ ആബ്രഹാമാണ് ദൈവത്തിൽ നിന്നും വാഗ്ദത്തങ്ങളെയും അനുഗ്രഹങ്ങളെയും പ്രാപിച്ചത്. സോ നമുക്ക് മടങ്ങി വരാം. ആബേലിന്റെ കാര്യത്തിലും ഇതേ സംഭവമാണ്. ആബേല് യാതൊരു മടിയും കൂടാതെ ദൈവത്തിന് വേണ്ടി കൊടുത്തു. പക്ഷെ അതിനുവേണ്ടി അവന് കിട്ടിയ പ്രതിഫലം എന്താന്ന് ചോദിച്ചാൽ, സഹോദരന്റെ കോപവും സഹോദരന്റെ അടുത്ത് നിന്നും കിട്ടിയ അടിയും കൊണ്ട് അവൻ മരിച്ചു. പക്ഷെ ഇന്നും അവൻ സംസാരിക്കുന്നു എന്ന് ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. ആബേല് ദൈവത്തിൽ നിന്നും സാക്ഷി ലഭിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. സോ ദൈവത്തിൽ നിന്നും സാക്ഷി ലഭിച്ച ഒരു ആളാണ് ഈ ആബേൽ. ആബ്രഹാമിനും ദൈവത്തിൽ നിന്നും സാക്ഷി ലഭിച്ചു എന്ന് നമുക്ക് കാണാൻ അതേ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പല ക്രിസ്തീയ കുടുംബങ്ങളിലുമുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, സഭയിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സുവിശേഷ പ്രവർത്തനങ്ങൾ, ട്രാക്സ് മിനിസ്ട്രീസ്, സൺഡേ സ്കൂൾ മിനിസ്ട്രീസ്, അല്ലെങ്കിൽ യാതൊരു പ്രവർത്തനവും എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ പലരുമുണ്ട്. സോ ഞാൻ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു, പക്ഷെ അതുകൊണ്ട് എനിക്കെന്താ ലാഭം, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ പലരുമുണ്ട്. സോ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? അതുപോലെ ആരും അഥവാ ശ്രദ്ധിച്ചില്ല, ആരും അതിനെക്കുറിച്ച് സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിച്ചു, ദൈവം കൃപ തന്നു, എനിക്കൊരു വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണെന്ന് സാക്ഷ്യം പറഞ്ഞവർ പോലും പലരുണ്ട്. അതിനെയും കടന്ന് ചിലര് അതൊന്നും വേണ്ട, ഞാൻ ദൈവത്തിന് വേണ്ടി ചെയ്തല്ലേ, അതൊന്നും ഒന്നും വേണ്ട, പക്ഷെ ഞാൻ ചെയ്ത കാര്യത്തിന് ദൈവം ഷുവറായിട്ടും ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയോടെ ചെയ്യുന്നവരും കൊടുക്കുന്നവരും ഇന്ന് പലരുമുണ്ട്. ഞാൻ ഈ കൺവെൻഷന് വേണ്ടി ഇത്ര രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അടുത്ത മാസത്തിലെ എൻ്റെ എല്ലാ ആവശ്യങ്ങളും ദൈവം എനിക്ക് ഇത് തരും, തിരിച്ചത് എനിക്ക് തരും, അതൊക്കെ ഏർപ്പാട് ചെയ്ത് തരും. ഞാനൊരു 10,000 രൂപ ദൈവത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്, അടുത്ത 2-3 മാസങ്ങളിൽ 1,00,000 രൂപ എനിക്ക് തിരിച്ചു തരും എന്ന് പ്രതീക്ഷയോടെ ദൈവസന്നിധിയിൽ കൊടുക്കുന്നവർ പലരുമുണ്ട്. അത് അങ്ങനെ കൊടുക്കുന്നത് അല്ല ദൈവം ഉദ്ദേശിക്കുന്നത്, അങ്ങനത്തെ വഴിപാടല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. ഒരു കൺവെൻഷനിൽ ഞാൻ ഒരു ചെറിയൊരു മിനിസ്ട്രി ചെയ്തു. അപ്പോൾ ഒരു സഹോദരൻ വന്നിട്ട് ഓടി വന്നിട്ട് എന്നോട് ഒരു ഭയങ്കര ഇതായിട്ട് എന്നോട് പറഞ്ഞ കാര്യമാണ്, സഹോദര ഈ കാര്യം ആരും ചെയ്യാത്ത കാര്യമാണ് സഹോദര ചെയ്തത്, അതുകൊണ്ട് ദൈവം നിങ്ങളെ ഡബിൾ ഫോൾഡ് 4 ഫോൾഡ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങൾ
ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്, ആ അറിവിൽ കുതിരൻ എന്നൊക്കെ പറഞ്ഞ് ഏകദേശം 10 മിനിറ്റ് പുള്ളി ഇങ്ങനെ അടിച്ച് തകർത്ത് പുള്ളി എന്നെ കൊണ്ടുപോയി ഫുള്ള് ഹൈറ്റിൽ കയറ്റി വിട്ടു. പക്ഷേ ഇതിൽ സന്തോഷമുണ്ട്, എൻ്റെ കാര്യങ്ങൾ അംഗീകരിച്ചു, അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞതിൽ സന്തോഷമുണ്ട്. പക്ഷേ ഞാൻ അങ്ങനത്തെ പ്രതീക്ഷയിലല്ല ഞാൻ അത് ചെയ്തത്. മറിച്ച് അവിടെ ഒരു മിനിസ്ട്രിയുടെ ആവശ്യം ഉണ്ടായിരുന്നു, ഒരാളുടെ ആവശ്യം ഉണ്ടായിരുന്നു, അതാരും ചെയ്യാണ്ടിരുന്നു, അതുകൊണ്ട് ഞാൻ പോയി ചെയ്തു, അത്രയേ ഉള്ളൂ അതിൽ കാര്യം. പക്ഷേ അത് കണ്ടപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി, അനുഗ്രഹിക്കുന്നു പറഞ്ഞു. പക്ഷേ ആ പേരിന് വേണ്ടി ഞാൻ ചെയ്തിരുന്നെങ്കിൽ അതിൽ ഞാൻ സന്തോഷപ്പെട്ട് ഇതുപോലെ ഞാൻ അടുത്ത മിനിസ്ട്രി ചെയ്യുമ്പോൾ ഇതുപോലെ ആരെങ്കിലും എന്നെ വന്ന് പുകഴ്ന്ന് എന്തെങ്കിലും 4 വാക്ക് പറയുന്നുണ്ടോ, അല്ലെങ്കിൽ എന്നെ ഉയർത്തി ഞാൻ ചെയ്ത കാര്യങ്ങളെ ഉയർത്തി 4 പേര് പറയുന്നുണ്ടോ എന്ന് ഞാൻ ആഗ്രഹത്തോടെ ഒരു മിനിസ്ട്രി ചെയ്താൽ അത് ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെടുന്നില്ല. എന്താന്ന് വെച്ചാൽ ദൈവത്തിന് മനഃപൂർവ്വമായി ഞാൻ ചെയ്തില്ല, എൻ്റെ പേരോ അല്ലെങ്കിൽ എൻ്റെ ഇത് വരണം എന്നുള്ള ആ പ്രതീക്ഷയോടെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അത് ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെടുന്നില്ല എന്ന് തന്നെ നമ്മൾ ഈ സംഭവത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. സോ നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചെലവിടുന്ന കാര്യങ്ങൾ ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെടുന്നുണ്ടോ? ദൈവത്തിന് മാത്രമേ ഞാൻ കൊടുക്കുന്നു, ദൈവവേലയ്ക്ക് മാത്രം കൊടുക്കുന്നുള്ളൂ, അതിൽ യാതൊരു പ്രതീക്ഷയും ഇല്ല, അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല, അല്ലെങ്കിൽ യാതൊരു എക്സ്പെക്ടേഷനും ഇല്ല. എനിക്ക് ഇതൊക്കെ വേണം, ഇതൊക്കെ തിരിച്ചു വരണം, അതൊക്കെ പോകണം, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഞാൻ ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിച്ചു, അത് നിങ്ങളെ തൊട്ടുപോ എന്ന് അങ്ങനത്തെ ഒരു എക്സ്പെക്ടേഷനോടെ നമ്മൾ ചെയ്യുന്ന മിനിസ്ട്രീസ് ഇന്നത്തോടെ നമുക്ക് കൈവിടാം. ദൈവസന്നിധിയിൽ ഞാൻ ദൈവത്തിന് വേണ്ടി ഞാൻ ചെയ്തു, എൻ്റെ കയ്യിലുള്ളതിൽ ഞാൻ ബെസ്റ്റ് ദൈവത്തിന് വേണ്ടി കൊടുത്തു, അതുകൊണ്ട് ഞാൻ സന്തോഷവാനാണെന്ന് നമ്മൾ അങ്ങനെ ചെയ്യുന്ന മിനിസ്ട്രീസാണ് ദൈവം അംഗീകരിക്കുന്നത്. വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ കയീൻ ആബേലിനെ മേൽ ദേഷ്യം വന്ന് നിൽക്കുമ്പോൾ തന്നെ ദൈവം നേരിട്ട് പോയി കയീനോട് ചോദിക്കുന്നു, നിന്റെ മുഖം വാടുന്നത് എന്ത് എന്ന് ചോദിക്കുന്നുണ്ട്. സോ മുഖത്തിന്റെ രൂപം ലൈറ്റായിട്ടൊന്ന് ചേഞ്ച് ആയുള്ളൂ, പക്ഷേ ദൈവം പോയി അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. സോ ദൈവ പൈതലെ, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരൻ സഹോദരിയെ, നമ്മൾ ദൈവത്തിന്റെ അംഗീകാരത്തിന് വേണ്ടി ചെയ്യുന്ന അല്ലെങ്കിൽ ദൈവപ്രസാദമുള്ള കാര്യങ്ങൾ, ദൈവം മാത്രം പ്രസാദിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ദൈവത്തെടുത്ത് നിന്ന് ആബേലിന് കിട്ടിയതുപോലെ സാക്ഷി കിട്ടുന്നത് മാത്രമല്ല, നമ്മൾക്ക് എതിരായി ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ദൈവം അവിടെ ചോദിക്കാൻ തുടങ്ങും, നമ്മൾക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യാനും തുടങ്ങും. സോ നമ്മൾ മനഃപൂർവ്വമായി ചെയ്യുന്ന കാര്യങ്ങളിൽ ദൈവം അംഗീകരിക്കുന്നു, ദൈവം സന്തോഷിക്കുന്നു, ദൈവം നമ്മൾക്ക് കൂടെ നിന്ന് നമ്മളെ സഹായിക്കുന്നു. സോ നമ്മൾ മരിച്ചാലും ആ സാക്ഷി അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പ്രവൃത്തിയെ ദൈവം പല തലമുറകൾക്കും അത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. സോ ഇന്ന് നമ്മൾ പഠിക്കുന്ന പല 100-200 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച പല വിശുദ്ധന്മാരുടെയും പല പാസ്റ്റർമാരുടെയും പല മിഷനറികളുടെയും കഥകളിൽ നമ്മൾ കാണുന്നത് പലരുടെ ജീവിതത്തിലും അവർ യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ ചെയ്ത മിനിസ്ട്രികൾ കൊണ്ട് തന്നെ മാത്രമാണ് അവർ സംസാരിക്കപ്പെടുന്നത്, ഇന്നും അവരുടെ കാര്യങ്ങൾ, അവരുടെ സാക്ഷികൾ നമ്മൾ വായിക്കാൻ ഇടവരുന്നത്. ഇതിൽ പലരുടെ കാര്യങ്ങളും നമ്മളെ ഭയങ്കരമായി ആത്മീകമായും പ്രചോദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഉത്സാഹപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല അവർ ചെയ്തത് എന്നാണ് നമ്മൾ ഈ വായിക്കുന്ന എല്ലാവരുടെ ഫൈനൽ റിസൾട്ട് നമ്മൾ നോക്കിയാൽ ഇത് യാതൊന്നും അവർ പ്രതീക്ഷിച്ച് ചെയ്തതല്ല, പക്ഷെ ദൈവം കൊടുത്ത സാക്ഷിയാണ്, ദൈവം അംഗീകരിച്ചു എന്നതിൻ്റെ ഒരു വെളിപ്പാടാണ് ഇന്ന് നമ്മളത് വായിക്കുന്നത്. സോ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഏതെങ്കിലും പ്രതീക്ഷയോടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സ്പെക്ടേഷനോടെ നമ്മൾ ചെയ്യുന്ന മിനിസ്ട്രി കൈവിടാം. ഏതെങ്കിലും ഒരു എക്സ്പെക്ടേഷനോട് നമ്മൾ കൊടുക്കുന്ന വഴിപാട്, ദശാംശം കൊടുക്കുന്നത് അല്ലെങ്കിൽ ചർച്ചിൽ ചെയ്യുന്ന മിനിസ്ട്രികളെ കൈവിടാം. നമ്മൾ യാതൊരു പ്രതീക്ഷയുമില്ലാതെ ദൈവത്തിന് വേണ്ടി കൊടുക്കാം. ദൈവവും നമ്മൾക്ക് വേണ്ടി സാക്ഷ്യം പറയും, ദൈവവും നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും, ദൈവവും നമുക്ക് വേണ്ടി അംഗീകരിച്ച് നമ്മളെ ഉയർത്താൻ ശക്തനാണ്. ഈ വചനങ്ങളെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ മെസ്സേജ് നിങ്ങൾക്ക് പ്രയോജനമായിരിക്കുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ഇതുപോലത്തെ മെസ്സേജുകൾ കേൾക്കാൻ arishenshain.in എന്നുള്ള ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന എല്ലാവർക്കും തന്നെ ഇത് ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.